ഇന്നൊരു മീൻ തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് നെത്തോലിയാണ് എടുത്തിരിക്കുന്നത്. ഇതേമാതിരി ചെറിയ മീനുകളാ സാധാരണ തോരൻ വെക്കാറ്. വേറൊരു കാര്യം പറയാനുള്ളത്, വലിയ നെത്തോലി എടുക്കരുത്. ഇതേമാതിരി ചെറിയ നെത്തോലിയാണ് ഇതിനാവശ്യം. ഇനി കുക്കിങ്ങിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരകിയത്, അതിൻ്റെ മുകളിൽ കിടക്കുന്നത് മല്ലിപ്പൊടിയാണ്, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി. ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കണം. സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് മിക്സി ജാറിൽ പൾസ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ അരകല്ലിൽ ചതച്ചെടുക്കും. ഇവിടെ ഞാൻ മറ്റൊരു രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഈ പുള്ളിങ് ചോപ്പർ ഇല്ലേ, അതിലാണ് ഞാനിത് ഒതുക്കിയെടുക്കാൻ പോകുന്നത്. ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതേമാതിരി പുൾ ചെയ്താൽ മതി. മിക്സിയിൽ പൾസ് ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതേമാതിരിയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതേമാതിരി ചെയ്യാറുണ്ടോ? ഇനി മീൻ ചട്ടിയിലേക്ക് കുടംപുളിയും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഇടാം. അതിനുശേഷം തേങ്ങയുടെ മിക്സ് ചേർക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ പിന്നീട് ചേർക്കണം. മീൻ അതിലേക്കിടാം. മീനിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കരുത്. മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് മാത്രമിട്ടും ഈ കറി വയ്ക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നില്ല. ഇതൊക്കെ നന്നാക്കി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വലിയ മീനിനെക്കാട്ടിലും. പക്ഷേ നമ്മൾ മനുഷ്യർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇമാതിരി മീനുകളാണ്. ഇനി കൈകൊണ്ട് പതുക്കെ മിക്സ് ചെയ്യണം. സ്പൂൺ വെച്ചിട്ട് ഇതേമാതിരി മിക്സ് ചെയ്യുവാണെങ്കിൽ അത് പൊടിഞ്ഞു പോകും. കൈകൊണ്ടാവുമ്പോൾ നമുക്കിങ്ങനെ പതുക്കെ ചെയ്തെടുക്കാം. അരപ്പെല്ലാം മീനിലൊന്ന് പിടിക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിൽ നമ്മൾ മീൻ കറി പോലെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കത്തില്ല. മീനെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഏകദേശം അതിൻ്റെ ഒരു ലെവൽ വരെ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അധികം ഒഴിക്കാൻ പാടില്ല. അതിനുശേഷം കൈകൊണ്ട് ഇതേമാതിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. വെള്ളം എല്ലാവർക്കും ഒരുപോലെ കിട്ടണ്ടേ. ഇത്രയും ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. കറി തിളച്ചു തുടങ്ങുമ്പോൾ ഇതേമാതിരി ഒന്ന് ചുറ്റിച്ചിട്ട് വെക്കണം. അതിനുശേഷം ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിൽ അടച്ചു വെക്കണം. ഇനി ഫ്ലെയിം സിമ്മർ ചെയ്ത് 10 മിനിറ്റ് വേവിക്കണം. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തതാണ്. വെള്ളം കുറച്ചുകൂടി വറ്റാനുണ്ട്, അതുകൊണ്ട് ഓപ്പൺ ചെയ്ത് വെച്ച് വേവിക്കുകയാണ്. 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് താളിക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നാടൻ മീൻ കറിയല്ലേ, അപ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത്. ഇതിൽ കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. കടുകും ഉണക്കമുളകും ചെറിയുള്ളി ഒന്നും ഇടുന്നില്ല. ഇനി ഇത് ആ കറിയിലേക്ക് ഒഴിക്കണം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് പതുക്കെ ഇളക്കിയെടുക്കണം. മീൻ അധികം പൊടിഞ്ഞു പോകാൻ പാടില്ലല്ലോ. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചട്ടിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടണം. മീൻ തോരൻ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചാളമീൻ ചെറുതായിട്ട് നുറുക്കിയെടുത്തും ഇതേമാതിരി ഉണ്ടാക്കാം. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.